നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ED പുറത്തിറക്കിയ പ്രസ് റിലീസിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ സംശയകരമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വീണ ടിയുമായി ബന്ധപ്പെട്ട ഡയറിയിലും ഒപ്പം അവിടെയുള്ള പേപ്പർ കുറിപ്പുകളിൽ നിന്നും എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെയുള്ള ലൂസ് ഷീറ്റുകളിൽ നിന്ന്. ഓർമ്മിക്കണം, ജെയിൻ ഹവാല കേസിൽ ഇത്തരം കുറിപ്പുകളിൽ നിന്ന് കണ്ടെത്തുന്ന വിവരങ്ങൾ അടിസ്ഥാന തെളിവായിട്ട് കണ്ടെത്താൻ കഴിയില്ല എന്ന് ജെയിൻ ഹവാല കേസിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ED മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഈ റെയ്ഡിൽ കണ്ടെത്തിയിരിക്കുന്ന വീണയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന ചില കടലാസുകളിൽ ചില പേരുകൾ എഴുതിയിരിക്കുന്നു, ചില ഇടപാടുകൾ നടന്നതായി പറയുന്നു. അത് 20 കോടി രൂപയുടെ ഇടപാട് വീണയുടെ അക്കൗണ്ട് വഴി നടന്നിരിക്കുന്നു എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതാണ് EDയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ഓർമ്മിപ്പിക്കുന്നു, ജെയിൻ ഹവാല കേസിന് ശേഷം ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്ന ഡയറി കുറിപ്പുകളോ പേപ്പർ കടലാസുകളോ വൈറ്റ് പേപ്പർ ലൂസ് ഷീറ്റുകളോ പ്രധാന തെളിവായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നതാണ്. രണ്ടാമത്തത് 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കടത്തി അതിൽ അനുമതി തേടിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. UAE ദിർഹമായിട്ട് 85 ലക്ഷം ഇന്ത്യൻ രൂപ കടത്തി എന്നാണ് പറയുന്നത്. കടത്തുക എന്ന് പറയുന്നത് അവിടെയുള്ള സ്ഥാപനത്തിലേക്കോ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ മാറ്റി എന്നുള്ളതാണ്. നിലവിൽ അതിന് ഇന്ത്യൻ പൗരന് മറ്റ് രാജ്യങ്ങളിലേക്ക് പണം മാറ്റുന്നതിന് തടസ്സമില്ല. പക്ഷേ നോക്കൂ, അത് 85 ലക്ഷം മാത്രമാണ്. 100 കോടിയിൽ പുറത്തൊക്കെയുള്ള ട്രാൻസാക്ഷന് വേണ്ടിയാണ് EDയുടെയും RBIയുടെയും ഒക്കെ മുൻകൂർ അനുമതി വേണ്ടുന്നത്. 85 ലക്ഷം രൂപ വിദേശത്തേക്ക് കൈമാറുന്നതിന് നിലവിൽ മറ്റ് സാങ്കേതിക തടസ്സങ്ങളൊന്നും തന്നെയില്ല. കൃത്യമായ അനുമതി ഉണ്ടോ എന്നത് മാത്രമാണ്. അപ്പോൾ രണ്ടാമത് പറയുന്നത് ഈ അനുമതി ഉണ്ടോ എന്നത് തേടണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ അനുമതി കിട്ടിയില്ലെങ്കിൽ അത് ഫെമ വയലേഷൻ ആകും എന്നുള്ളതാണ് പറയുന്നത്. വിദേശ കമ്പനികളിൽ നിക്ഷേപം വീണയ്ക്കുണ്ടോ എന്നുള്ളതാണ്. നിലവിൽ വിവരമനുസരിച്ച് മറ്റു വിദേശ കമ്പനികളിൽ നിക്ഷേപിച്ചതായിട്ട് എങ്ങും സത്യവാങ്മൂലത്തിലോ മറ്റൊരിടത്തുമോ നമ്മൾ കാണുന്നില്ല. വരുമാന സ്രോതസ്സുകൾക്ക് പുറമേയുള്ള വൻതുക വീണ കൈകാര്യം ചെയ്തിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അടുത്തത് ഏറ്റവും പ്രസക്തമായ ചോദ്യം, നന്ദുലാലിന്റെ സിം കാർഡ് വീണയുടെ കൈവശം എങ്ങനെ എത്തി എന്നുള്ളതാണ്. DYFI നേതാവും റിയാസിന്റെ സുഹൃത്തുമായ നന്ദുലാലിന്റെ സിം എങ്ങനെയാണ് വീണയുടെ വൈഫൈ റൗട്ടറിൽ ഇട്ടിരിക്കുന്നത്? വീണയുടെ മൊബൈൽ ഫോണിലല്ല, വീണയുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈയുടെ റൗട്ടറിൽ ഈ സിം കാർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് EDയുടെ കണ്ടെത്തൽ. അതെന്തിന് സുഹൃത്തായ നന്ദുലാലിന്റെ സിം കാർഡ് ഉപയോഗിച്ചു? നന്ദുലാലിന്റെ ഭാഷ്യമനുസരിച്ച് അത് റിയാസും വീണയും പറഞ്ഞപ്പോൾ താൻ സിം കാർഡ് കൊടുത്തു എന്നതാണ് മറ്റു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് സംശയകരമായ സാഹചര്യത്തിൽ വീണയെ വീണ്ടും കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വീണ്ടും ഒരുപക്ഷെ വീണയ്ക്ക് നോട്ടീസ് കൊടുത്ത് വിളിപ്പിച്ചേക്കാം. ഫെമ വയലേഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയും നിലവിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ പോയിന്റ് നമ്പർ 1, വീണ തൻ്റെ അക്കൗണ്ടിലൂടെ നടത്തിയ 20 കോടിയിലധികം രൂപയുടെ ട്രാൻസാക്ഷനുകൾ, അതിൽ കൃത്യമായ രേഖകളുണ്ടോ, വരുമാന സ്രോതസ് കാണിക്കാൻ പറ്റുമോ എന്നതാണ്. നമ്പർ 2, 85 ലക്ഷം രൂപ UAE ദിർഹമായിട്ട് 3.49 ലക്ഷം UAE ദിർഹമായിട്ട് UAEയിലേക്ക് അയച്ചിരിക്കുന്നു, ദുബായിലേക്ക് അയച്ചിരിക്കുന്നു. അതിനുള്ള അനുമതിയും സോഴ്സും കാണിക്കുക എന്നതാണ്. മൂന്നാമത്തത്, സിം കാർഡ് നന്ദലാലിന്റെ പേരിൽ എടുത്തത് എന്തിനാണ് എന്നത് തൃപ്തികരമായി വിശദീകരിക്കുക എന്നതാണ്. നാലാമത്തത്, മറ്റേതെങ്കിലും വിദേശ കമ്പനികളിൽ നിക്ഷേപം വീണയ്ക്കുണ്ടോ എന്നുള്ള ചോദ്യവും നിലവിൽ ED ചോദിക്കുന്നുണ്ട്. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൂസ് ഷീറ്റുകളുടെയോ വീടുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഡയറിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അതൊരു മുഖ്യ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നത് ഹവാല കേസിന് ശേഷം EDക്കുള്ളൊരു പരിമിതി കൂടിയാണ് എന്നത് മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, CMRL എക്സാലോജിക് ഇടപാടിൽ ഗൾഫിൽ നിന്ന് പണം പോയത് അമേരിക്കയിലേക്കെന്നാണ് BJP നേതാവ് ഷോൺ ജോർജ് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവുമില്ലാതെ പണം നൽകുന്നത് പിണറായിക്കുള്ള കൈക്കൂലിയാണ്. പുറത്തു വന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും റിയാസുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ട് വലിയ ലോബിയുണ്ടെന്നും ഹവാല ഇടപാട് പോലും പുറത്തു വന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെ ആണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്. ഈ നാടിനെ വിറ്റതാണ്. ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വീണയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യമൊന്നും പെടുത്തൊന്നുമില്ല. എന്ത് ചോദിച്ചാലും ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ഇതാണല്ലോ. എന്ത് ചോദിച്ചാലും അച്ഛനെ അറിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അച്ഛനെ അറിയത്തുള്ളൂ, അച്ഛന് മാത്രമേ അറിയത്തുള്ളൂ, അച്ഛനാണ് പ്രതി. അപ്പോൾ ഇതാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. ഇനി നമുക്ക് KPCC അധ്യക്ഷന്റെ പ്രതികരണം കൂടി കേൾക്കാം. ED കേസ് രാഷ്ട്രീയ വേട്ടയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ കാര്യമില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്.
ED അന്വേഷണത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അവരിൽ നിന്ന് അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഇന്നലെ സംഭവഗതികൾക്ക് ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. കാരണം EDയുടെ പത്രക്കുറിപ്പ് നമ്മളെല്ലാവരും കണ്ടു. അതിൽ ഇതുവരെയുള്ള അന്വേഷണത്തെ ബലപ്പെടുത്തുന്നതും ആക്ഷേപങ്ങളെ ശരിവെക്കുന്നതുമായ ചില കാര്യങ്ങളാണ് ED ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് CPM ഉത്തരം പറഞ്ഞിട്ടില്ല. അതിനാണ് ഉത്തരം കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ കേരള സർക്കാരിനോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസിയാണ്. അന്വേഷണം നേരത്തെ ആരംഭിച്ചതാണ്. ഈ ആക്ഷേപങ്ങൾ കേരളത്തിലെ വാർത്താ മാധ്യമ രംഗങ്ങളിലും ജനങ്ങളുടെ ഇടയിലും അതിശക്തമായിട്ട് നിലനിൽക്കുന്ന ആക്ഷേപങ്ങൾ തന്നെയാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നു. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതിനുള്ള ഉത്തരങ്ങൾ വസ്തുതാപരമായിരിക്കണം. രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രതികരിക്കാം, പക്ഷെ അത് ജനങ്ങൾക്ക് വിശ്വാസമാകണമെന്നില്ല. രാഷ്ട്രീയ വേട്ടയാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്നലത്തെ പത്രക്കുറിപ്പിലെ വസ്തുതകൾ നിഷേധിക്കാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. വീണ വിജയൻ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവല്ലല്ലോ. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് വ്യാജ പ്രചാരണങ്ങളെന്നും നിയമപരമായി അതിനെ നേരിടുമെന്നും PA മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന ആത്മവിശ്വാസമുണ്ട്. ED അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഇന്നലെ തന്നെ വിശദമായ മറുപടി നൽകി. മലയാള മനോരമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സാമ്പത്തിക ഇടപാടുകളിൽ ED 2 തവണ ഫോണിൽ വിശദീകരണം ചോദിച്ചെങ്കിലും തൃപ്തികരമായ മറുപടി റിയാസ് നൽകിയില്ലെന്നായിരുന്നു മനോരമയുടെ വാർത്ത.